ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലം കോയമ്പത്തൂരാണ്. മുൻ IPS ഉദ്യോഗസ്ഥരും പാർട്ടി സംസ്ഥാന അധ്യക്ഷനുമായ കെ അണ്ണാമലൈ എത്തിയതോടെ കോയമ്പത്തൂരിൽ ത്രികോണ മത്സരത്തിന് വേദിയൊരുക്കിയെന്ന് BJP അവകാശപ്പെടുകയാണ്. അണ്ണാമലയുടെ എൻ മാൻ എൻ മക്കൾ പദയാത്ര തമിഴ്നാട്ടിൽ പുതിയ ആത്മവിശ്വാസമാണ് പാർട്ടിക്ക് നൽകിയിരിക്കുന്നത്. 7 മാസത്തോളം നീണ്ട പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി തന്നെ എത്തി. DMK കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമായി നേരത്തെ CPM ആണ് ഇവിടെ മത്സരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇത്തവണ DMK ആ സീറ്റ് ഏറ്റെടുത്തിരിക്കുകയാണ്. കോയമ്പത്തൂർ മേയറായിരുന്ന ഗണപതി രാജ്കുമാറാണ് ഇവിടെ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി. സിബി സത്യൻ തുടരുന്നു. സിബി, ഈ BJP പ്രകടന പത്രികയിലും തമിഴ്നാടിനെ സ്വാധീനിക്കാവുന്ന പല പ്രഖ്യാപനങ്ങളുമുണ്ട്. അങ്ങനെ തമിഴ്നാട് എന്നതൊരു പ്രത്യേക ലക്ഷ്യമായി തന്നെ BJP കണക്കാക്കുകയാണോ? BJPക്ക് കാലങ്ങൾക്ക് ശേഷം വളരെ കൃത്യമായൊരു നല്ല നേതാവിനെ കിട്ടിയിരിക്കുന്നു. അതായത് ജനങ്ങളെ ആവേശഭരിതനാക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് അണ്ണാമലൈ. അണ്ണാമലയുടെ രൂപം, അണ്ണാമലയുടെ നിറം, അണ്ണാമലയുടെ രീതി, അണ്ണാമലൈ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ഈ ദ്രവീഡീയ സംസ്കാരത്തിന് അനുയോജ്യമായ തരത്തിൽ അതുമായിട്ട് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സംഭവമാണ്. രണ്ടാമത്തെ മറ്റൊരു കാര്യം നമുക്ക് മറക്കാൻ പാടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ AIDMK ആയാലും DMK ആയാലും തമിഴ്നാട്ടിലെ ഭരണത്തിനകത്ത് അഴിമതി എന്ന് പറയുന്ന ഒരു നിത്യസംഭവമാണ്. ഈ സംഭവം അഴിമതി വളരെ കൃത്യമായിട്ട് നടത്തിപ്പോരുന്ന ഒരു രണ്ട് പാർട്ടികൾ, അവർക്ക് അത് പല ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് വ്യത്യസ്തനായിട്ട് അഴിമതിക്കെതിരെ പോരാടുന്ന നമ്മുടെ വിജയിൻ്റെയോ അല്ലെങ്കിൽ രജനീകാന്തിൻ്റെയോ സിനിമയിലെ പോലെ ഒരു നായകനായിട്ട് ഒരാൾ കടന്നു വരികയാണ്. അയാൾ ജനങ്ങളെ പ്രചോദിപ്പിക്കുന്നു, ഇൻസ്പയർ ചെയ്യുന്നു. അയാളുടെ വാക്കുകൾ ആൾക്കാരെ ആകർഷിക്കുന്നു. അയാളൊരു മുൻ IPS ഓഫീസറാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ നിന്ന് നേരിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുപോലെയുള്ള ഒരു കഥാപാത്രമാണ് അണ്ണാമലൈ പല തമിഴ്നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അണ്ണാമലൈ ഉണ്ടാക്കുന്ന ഒരു ഫാൻ ബേസ് എന്ന് പറയുന്നത് അതീവ ശക്തമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അണ്ണാമലൈയുടെ അവസാന റാലി എൻ മണ്ണ് എൻ മക്കൾ എന്ന് പറഞ്ഞ ആ റാലി എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നല്ല രീതിയിലുള്ള പ്രതികരണം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അദ്ദേഹം റിലീസ് ചെയ്തിട്ടുള്ള DMK ഫയൽസ് എന്ന് പറയുന്ന അഴിമതിയുടെ രേഖകൾ, അത് തമിഴ്നാട്ടിൽ ഒരു വലിയ വിഭാഗത്തിൽ ചർച്ചയായിട്ടുണ്ട്.